നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി മഞ്ഞുളങ്ങൽ കീഴായൂർ ലൗലി കോർണർ റോഡിന്റെ റബ്ബറൈസിംഗ് പ്രവൃത്തികൾ തുടങ്ങി. 2 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരണം നടപ്പാക്കുന്നത്. പട്ടാമ്പി നഗരസഭയെയും ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പട്ടാമ്പി കീഴായൂർ ലൗലി കോർണർ കുണ്ടൂർക്കര മഞ്ഞുങ്ങൽ റോഡിന്റെ റബ്ബറൈസിംഗ് പ്രവൃത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരണം നടപ്പാക്കുന്നത്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള റബ്ബറൈസിംഗ് പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പട്ടാമ്പിയിൽ നിന്നും കീഴാറ് വഴി ഓങ്ങല്ലൂർ മഞ്ഞളങ്ങൽ ഭാഗത്തേക്കുള്ള എളുപ്പമാർഗം കൂടിയാണ് ഈ പാത. ഏറെക്കാലമായി തകർന്നു കിടന്നിരുന്ന പാത റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ നവീകരിക്കുന്നത്. നവീകരണ പ്രവൃത്തികൾ വേഗത്തിലാക്കുമെന്നും തുടർ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് കൂടി ലഭ്യമാക്കുമെന്നും മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. നിർമ്മാണ പ്രവൃത്തികളും MLAയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രത്യേകം തന്ന റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് 1.5 കോടി ഇതിനുവേണ്ടി അനുവദിച്ചത്. അതിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ലൗലി കോർണർ വരെയുള്ള നിർമ്മാണത്തിന്റെ BM ആണ് ഇപ്പൊ നടക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ അത്യാവശ്യം ഡ്രെയിനേജ് സൗകര്യങ്ങൾ, ഐറിഷ് ട്രെയിൻ അത്യാവശ്യം വേണ്ടിടത്തൊക്കെ തന്നെ ഉണ്ട്. ഇനി അത്യാവശ്യമുള്ള ചില സ്ഥലങ്ങളിൽ കൂടി ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. പട്ടാമ്പി കൊളപ്പള്ളി റോഡ് അല്ലെങ്കിൽ മെയിൻ റോഡ് ഒരു ബൈ റോഡായിട്ട് കൂടി ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ദീർഘകാലമായി തകർന്നു കടന്നിരുന്ന റോഡാണ്. അപ്പൊ ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം കൂടിയായിരുന്നു. അതിപ്പോ യാഥാർത്ഥ്യമായി. പട്ടിത്തറ പഞ്ചായത്തിലെ നെല്ലിക്കുന്നിൽ നടക്കുന്ന അശാസ്ത്രീയമായ മണ്ണെടുപ്പ് മൂലം ആവാസ വ്യവസ്ഥ താളം തെറ്റുമെന്ന ആശങ്കയുണ്ടെന്നും അധികൃതർ ഇടപെട്ട് ഉടൻ പരിഹാരം കാണണമെന്നും 8-13 വാർഡിലുള്ള 50-ലേറെ വീട്ടുകാർ കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഞാൻ കണ്ട കാഴ്ച എൻ്റെ മക്കൾക്ക് കാണാൻ പറ്റും. എനിക്ക് മക്കളുണ്ട്, ഇനി വരുന്ന തലമുറയ്ക്ക് കുന്നുമലകളൊക്കെ കാണേണ്ട ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അത് പറ്റുന്നില്ല. ഈ മണ്ണെടുക്കാൻ പോണ പ്രദേശത്ത് ഫുള്ള് മരങ്ങൾ വെട്ടിമാറ്റി, ഫുള്ള് മരങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ആ മരങ്ങളൊക്കെ വെട്ടിമാറ്റിയിട്ട് അതിനൊക്കെ ഇവരൊക്കെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് ഫോറസ്റ്റിൻ്റെ പെർമിഷൻ കിട്ടി. കാരണം 4.25 ഏക്കർ സ്ഥലമുണ്ട്. എൻ്റെ ഒരു അറിവിൽ 5 ഏക്കറിൻ്റെ അടുത്തുണ്ട്. പട്ടിത്തറ പഞ്ചായത്തിലെ കോട്ടോപ്പാടം, കമ്പനിപ്പറമ്പ്, വടക്കേക്കര, അത്താണിപ്പറമ്പ്, പാറപ്പുറം, പൂഴിക്കുന്നത്തുപടി പ്രദേശവാസികളാണ് ദുരവസ്ഥയ്ക്ക് പരിഹാരം തേടി വാർത്താസമ്മേളനം നടത്തിയത്. സ്വകാര്യ വ്യക്തിയുടെ 6 ഏക്കർ സ്ഥലത്താണ് ദേശീയപാത വികസനത്തിന്റെ പേരിൽ മണ്ണെടുപ്പ് നടക്കുന്നത്. വേനലിൽ കടുത്ത കുടിവെള്ളക്ഷാമവും വർഷക്കാലത്ത് ക്വാറികളിൽ നിന്നുള്ള ജലപ്രവാഹവും ഉരുൾപൊട്ടൽ ഭീഷണിയും മൂലം പ്രദേശവാസികൾ ദുരിതത്തിലാണ്. അതിനിടയിലാണ് സ്വകാര്യ വ്യക്തിയുടെ റോഡിലൂടെ നെല്ലിക്കുന്ന് ഇടിച്ചു നിരത്തി മണ്ണെടുക്കുന്നത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് ഭീമ ഹർജി നൽകിയിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയം തുടരുകയാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. പ്രദേശത്ത് നേരത്തെ തന്നെ 20ഓളം കരിങ്കൽ ക്വാറി പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ ഭീമാകാരം പ്രാപിച്ച ഒരു ക്വാറിയിൽ നിന്ന് വെങ്കര കോട്ടപ്പാടം റോഡ് വഴി കരിങ്കൽ കൊണ്ടുപോകുന്നുണ്ട്. ഏറ്റവും പിന്നോക്ക പ്രദേശമെന്ന നിലയിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് നിയമയുദ്ധം നടത്താനൊന്നും കഴിയില്ലെന്ന് P. അജിലേഷ് പാറപ്പുറത്ത്, V. രഞ്ജിത്ത് വടക്കേക്കര, VK. വേലായുധൻ വടക്കേക്കര എന്നിവർ പറഞ്ഞു. ഇത് ഇങ്ങനെ ഭൂമി കച്ചവടമായിരിക്കും. 5.5 ഏക്കർ സ്ഥലമുണ്ട്. ഈ 5.5 ഏക്കർ സ്ഥലത്ത് ഭൂമി കച്ചവടമായിട്ട് അപ്പം നമ്മൾ സാധാരണ പതിവ് ഒരാൾ കച്ചവടം ചെയ്യുന്ന ഭൂമി നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവർ സാധാരണ ചിലപ്പോൾ അത് വിൽക്കാനാവും കാര്യങ്ങളാവും. ജിയോളജി വകുപ്പ് ആണെങ്കിലാണ് നമുക്ക് നമ്മളെ പരാതി ബോധിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെയല്ലേ ശരിക്കും ഈ മണ്ണെടുക്കുന്ന കാര്യത്തിനാണ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പറയുമല്ലോ. പക്ഷേ ഇത് അവർ കണ്ടെത്തുന്നതിലൂടെ ഉദ്യോഗസ്ഥന്മാരുടെ പിന്തുണയോടുകൂടി ചെയ്ത പരിപാടിയാണ്. നിങ്ങൾക്ക് തന്നെ എന്ത് വർഷത്തിൽ ഞങ്ങൾ അത് വിധമാറ്റി ഏറ്റെടുക്കാൻ കലക്ടറും ജോലി വകുപ്പും പഞ്ചായത്ത് വില്ലേജ് വന്ന് പറയുകയാണ്. നിങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ട് ഞങ്ങൾ ഏറ്റെടുക്കാൻ ആരും ബുദ്ധിമുട്ട് ഏൽക്കാൻ ഇതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുട്ടികളും ഇവിടുത്തെ ഇതൊക്കെ ഒരാളില്ല. അതുപോലെ വായു കഴിഞ്ഞ് ഞങ്ങളുടെ സ്ഥിതി എന്താണ്? ഇത് വെറും മണ്ണാണ്, വൃത്തികെട്ട മണ്ണാണ്. അപ്പോൾ അത് എടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവസ്ഥ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഇന്ത്യ സ്റ്റോറി നാടകയാത്രയ്ക്ക് മുതുതല കൊടുമുണ്ടയിൽ സ്വീകരണം നൽകി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഇന്ത്യ സ്റ്റോറി നാടകയാത്രയ്ക്ക് കൊടുമുണ്ടയിൽ സ്വീകരണം നൽകി. കൊടുമുണ്ട കുഞ്ഞനായർ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണം ഒരുക്കിയത്. മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ആനന്ദവല്ലി സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. P. തങ്കച്ചൻ, M. K. രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് നാടകാവതരണവും ഉണ്ടായി.
2024-25 വർഷത്തെ തൃത്താല പഞ്ചായത്ത് വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ICDS ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തുന്ന അരുണിമ പദ്ധതിയുടെ സ്ക്രീനിംഗ് പൂർത്തിയായി. തൃത്താല MCM UP സ്കൂൾ, ഉള്ളന്നൂർ LP സ്കൂൾ, AUPS ഞാങ്ങാട്രി, ജനകീയ വായനശാല മുടവന്നൂർ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മേഴത്തൂർ എന്നിവിടങ്ങളിലാണ് സ്ക്രീനിംഗ് ക്യാമ്പുകൾ നടത്തിയത്. 13 വയസ്സിന് മുകളിലുള്ള കൌമാരപ്രായത്തിലെ പെൺകുട്ടികൾ, മുലയൂട്ടുന്ന അമ്മമാർ, ആർത്തവ വിരാമത്തോട് അടുത്ത സ്ത്രീകൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകിയാണ് പ്രോജക്ട് നടപ്പിലാക്കുന്നത്. 300ഓളം പേർ വിവിധ സ്ക്രീനിംഗ് ക്യാമ്പുകളിലായി പങ്കെടുത്തു. ഇവരിൽ ഹീമോഗ്ലോബിൻ 11.5 താഴെയും കുടുംബത്തിന്റെ വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ താഴെയുള്ള തൃത്താല ഗ്രാമപഞ്ചായത്തിലെ വനിതകൾക്ക് തൃത്താല സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയിൽ തുടർ പരിശോധനയും മരുന്ന് വിതരണവും ഉണ്ടാകും. കറുകപ്പുത്തൂർ ഓടംപുള്ളി പൊന്മണി ചിന്നകത്ത് സയ്യിദ് കുഞ്ഞ് സീദിക്കോയ ജിലാനി തങ്ങളുടെ പേരിലുള്ള കറുകപ്പുത്തൂർ ആണ്ട് നേർച്ച വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ 10-ന് സാദാത്യങ്ങളുടെയും ആലിമ്യങ്ങളുടെയും സാന്നിധ്യത്തിൽ ജാറത്തിൽ മൗലീദ് പാരായണം, ഗത്തം ദുവ, കൂട്ടപ്രാർത്ഥന, അന്നദാനവുമുണ്ടായി. തിങ്കളാഴ്ച രാവിലെ 6-ന് ഖുർആൻ പാരായണം, വൈകിട്ട് 3:30-ന് ഓടംപുള്ളി തറവാട്ടിൽ നിന്ന് കൊടിവാങ്ങൽ, വൈകിട്ട് 4-ന് കൂട്ടപ്രാർത്ഥന, 4:30-ന് കൊടിയേറ്റവും നടന്നു. രാത്രി 12-ന് നാട്ടുകാഴ്ചവരവും ഉണ്ടായി. കറുകപ്പുത്തൂർ, ഇട്ടോണം, പള്ളിപ്പാടം, ചാഴിയാട്രി, പെരിങ്ങന്നൂർ തുടങ്ങിയ ഗ്രാമങ്ങളിൽ നിന്ന് ആഘോഷവരവുകൾ നേർച്ചയെ വർണ്ണാഭമാക്കി. ആന, ബാൻഡ് വാദ്യങ്ങൾ എന്നിവ ആഘോഷവരവുകൾക്ക് മാറ്റേകി. മാനവികതയുടെ നേർക്കാഴ്ച തീർത്ത് കൂറ്റനാട് ശുഹദാ മഖാം നേർച്ചയ്ക്ക് തുടക്കമായി. ഫെബ്രുവരി 4, 5, 6 തീയതികളിലായാണ് നേർച്ച നടക്കുന്നത്. നേർച്ചയോടനുബന്ധിച്ച് വിവിധ ദിവസങ്ങളിൽ മജ്ലിസ് അന്നൂർ, സ്വലാത്ത് വാർഷികം, മഖാമിന് പുതിയ പട്ടണിയിക്കൽ, പ്രാർത്ഥനാ സദസ്സ്, ഖുർആൻ പാരായണം, ഭക്ഷണ വിതരണം, കൊടിക്കയറ്റം എന്നിവ നടക്കും. മജ്ലിസ് അന്നൂർ സ്വലാത്ത് വാർഷികത്തിൽ ഉസ്താദ് ഷിയാസ് അലി വാഫി മുഖ്യപ്രഭാഷണം നടത്തി. സയ്യിദ് നിസാമുദ്ദീൻ തങ്ങൾ ദുആയ്ക്ക് നേതൃത്വം നൽകി. AV മുഹമ്മദ് അധ്യക്ഷനായി. ഗഫൂർ കൂറ്റനാട് സ്വാഗതം പറഞ്ഞു. ബുധനാഴ്ച വൈകിട്ട് 6:30-ക്ക് മഖാമിന് പുതിയ പട്ടണിയിക്കലും പ്രാർത്ഥനാ സദസ്സും നടക്കും. 6-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30-യോടെ നേർച്ചയ്ക്ക് കൊടികയറും. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ നാരായണീയ പാരായണ യജ്ഞം സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിലെ തിരുത്സവത്തിന്റെ കൊടിയേറ്റമാണ് നടന്നത്. ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറേടത്ത് ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം. പന്തല്ലൂർ നാണിക്കുട്ടി അമ്മയുടെ സ്മരണാർത്ഥം മകൻ PN രാമൻ പന്തല്ലൂർ നിർമ്മിച്ചു നൽകിയ അന്നദാന മണ്ഡപത്തിന്റെ സമർപ്പണം ക്ഷേത്രം തന്ത്രി നിർവഹിച്ചു. തുടർന്ന് ഉത്സവാഘോഷ കമ്മിറ്റിക്ക് വേണ്ടി PN രാമനെ തന്ത്രി പൊന്നാട അണിയിച്ച് ആദരിച്ചു. സമയബന്ധിതമായി അന്നദാന മണ്ഡപം നിർമ്മിച്ചു നൽകിയ K കൃഷ്ണകുമാരനെയും P സുബ്രഹ്മണ്യനെയും PN രാമൻ പൊന്നാടയും പാരിതോഷികവും നൽകി ആദരിച്ചു. ഷൊർണൂർ കോപ്പറേറ്റീവ് ബാങ്ക് ക്ഷേത്രത്തിലേക്ക് സംഭാവന ചെയ്ത കസേരകളുടെ സമർപ്പണവും ഉത്സവാഘോഷ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് നാരായണനെ ആദരിക്കലും ക്ഷേത്രം തന്ത്രി നിർവഹിച്ചു. തുടർന്ന് കലാകേന്ദ്രം ഓങ്ങല്ലൂർ അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങളും അരങ്ങേറി. വൈകുന്നേരം 6 മണി മുതൽ തിരുവാതിരക്കളി, ഗൗരി നമ്പൂതിരി, പാർവതി അനൂപ്, നീലിമ ശ്രീജിത്ത് എന്നിവരുടെ മോഹിനിയാട്ടം, നിത്യതി സ്കൂൾ ഓഫ് ഡാൻസിന്റെ ഭരതനാട്യ കച്ചേരി, അഭയനാഥും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ എന്നിവയും അരങ്ങേറി.
ഇസ്ലാം മദ്രസ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 4, 5, 6, 7 തീയതികളിലായി കൂറ്റനാട് വലിയ പള്ളി പരിസരത്ത് നടക്കുന്ന OSF സിഗ്നേച്ചർ എക്സ്പോയ്ക്ക് തുടക്കമായി ഷൊർണൂർ MLA പി മമ്മിക്കുട്ടി എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. മഹല്ല് ഖത്തീബ് ഷിയാസ് അലി വാഫി, സബിത, ശിവാസ്, മഹല്ല് പ്രസിഡന്റ് മുഹമ്മദ്, ഷംസു കരീം തുടങ്ങിയവർ പങ്കെടുത്തു. മുഹമ്മദ് നബിയുടെ ജീവചരിത്രത്തിലൂടെയുള്ള യാത്രയിലൂടെയാണ് എക്സ്പോ ആരംഭിക്കുന്നത്. വെർച്വൽ റിയാലിറ്റിയിലൂടെ പരിശുദ്ധ കബ നേരിൽ കാണാനും എക്സ്പോയിലൂടെ സാധിക്കും. അറബിക് കാലിഗ്രാഫി, ഏറ്റവും നീളം കൂടിയ ഖുറാൻ കയ്യെഴുത്ത് പ്രതി, മാജിക് ഷോ, അമ്യൂസ്മെന്റ് റൈഡുകൾ, ഫുഡ് കോർട്ട് എന്നിവയും എക്സ്പോയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. സിഗ്നേച്ചർ എക്സ്പോ 2025 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലൂടെയുള്ള യാത്രയും അതുപോലെ നമ്മൾ ഇതുവരെ കാണാൻ കഴിയാത്ത കഅബയുടെ ഉൾവശം കാണാനും അതുപോലെ ആഴക്കടലുകളിലെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള വെർച്വൽ റിയാലിറ്റി ഷോ, അതുപോലെ മാജിക് ആൻഡ് മെൻ്റലിസം ഷോ നടക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റ് സോണ്, അതുപോലെ പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ PMA ഗഫൂർ ഇന്ന് 4/2/2025 സംസാരിക്കുന്നു. അതോടൊപ്പം നാളെ സൂഫി പെരിങ്ങോട് NSS കരയോഗം പുതിയതായി നിർമ്മിച്ച ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രതിനിധി അംഗം ചന്ദ്രശേഖരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ കരയോഗം പ്രസിഡന്റ് കുട്ടിനാരായണൻ നായർ, സെക്രട്ടറി KV ബാലകൃഷ്ണൻ നായർ, ഭരണസമിതി അംഗങ്ങളും കരയോഗം കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം കുടുംബാംഗങ്ങളുടെ സഹായ സഹകരണത്തോടെയാണ് പൂർത്തീകരിച്ചത്. കോൺഫറൻസ് ഹാളിന്റെ നിർമ്മാണം 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കുമെന്നും സെക്രട്ടറി അറിയിച്ചു. വല്ലപ്പുഴ യത്തീംഖാനയുടെ ഡയമണ്ട് ജൂബിലിയുടെ പ്രഖ്യാപനം നടന്നു. വല്ലപ്പുഴ സെൻട്രൽ ആർക്കേഡിൽ ശിലാസ്ഥാപനവും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. വല്ലപ്പുഴ യത്തീംഖാനയുടെ ഡയമണ്ട് ജൂബിലി ആഘോഷം ഡിസംബർ 18, 19, 20 തീയതികളായാണ് നടത്തുക. ഇതിന് മുന്നോടിയായാണ് ഡയമണ്ട് ജൂബിലി പ്രഖ്യാപനം നടന്നത്. വല്ലപ്പുഴ സെൻട്രൽ ആർക്കേഡിന്റെ ശിലാസ്ഥാപനവും ഇതോടൊപ്പം നടന്നു. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഔദ്യോഗിക മേഖലകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനും അക്കാഡമിക് വിദ്യാഭ്യാസം അനിവാര്യമാണ്. ഔദ്യോഗിക സംവിധാനങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കുവാൻ സാധിക്കുകയില്ല. ഗവൺമെന്റ് ജോലികളിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടി വരും. ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിക്കുക എന്ന് പറയാൻ ഗവൺമെന്റിന് ശമ്പളം പറ്റാൻ വേണ്ടി എന്ന് മാത്രം ധരിക്കരുത്. ഗവൺമെന്റിന്റെ തസ്തികകളാണ് ഒരു രാജ്യത്തിന്റെ തസ്തികകൾ, ഒരു സംസ്ഥാനത്തിന്റെ തസ്തികകൾ. ആ തസ്തികകളില് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിലൂടെ നമുക്ക് സമൂഹത്തിനും സമുദായത്തിനുമെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും. സമൂഹത്തിന് നേട്ടമുണ്ടാക്കുവാൻ കഴിയും. ആ നേട്ടം, അതിന്റെ പ്രാതിനിധ്യം ഒരിക്കലും തന്നെ നമുക്ക് നിഷേധിക്കുവാൻ സാധിക്കുകയുമില്ല. സംവരണങ്ങളും മറ്റുമൊക്കെ നമുക്ക് ലഭിക്കുമായിരിക്കാം. പക്ഷേ എപ്പോഴും സംവരണങ്ങളുടെ ആ ഒരു തണൽ മാത്രം പ്രതീക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയുമില്ല. ഡയമണ്ട് ജൂബിലി ലോഗോ പ്രകാശനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉമ്മർ ഹാജി കാരക്കാട് നൽകി നിർവഹിച്ചു. ദാറുൽ ഇസ്ലാം അൽബീർ പ്രീ സ്കൂൾ അഡ്മിഷന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. യത്തീംഖാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ K. ആലിക്കുട്ടി മുസ്ലിയാർ അധ്യക്ഷനായിരുന്നു. കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഷൈഖുന നല്ലായ കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. GM സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ആമുഖ പ്രഭാഷണം നടത്തി. KT സേദലവി ദാരിമി വിഷയാവതരണം നടത്തി. PK ഇമ്പിച്ചിക്കോയത്തങ്ങൾ പഴയലക്കിടി, K. ഹൈദർ ഫൈസി, അബ്ദുറഹ്മാൻ മുത്തുക്കോയത്തങ്ങൾ, സയ്യിദ് ഹാഷിം തങ്ങൾ ഹുദ്വി, CP അബൂബക്കർ മുസ്ലിയാർ, PK കോയ ഹാജി, മർക്കാർ മൗലവി മാരായമംഗലം, K. സഹദുള്ള മുസ്ലിയാർ, ദാവൂദ് ഹാജി വല്ലപ്പുഴ, വീരാൻ ഹാജി, അഡ്വക്കേറ്റ് ജമാൽ, മുഹമ്മദ് അലി ഫൈസി മോളൂർ, അഷ്റഫ് കോക്കൂർ, അബ്ദുറഹ്മാൻ ഹാജി, PP വീരാൻ ഹാജി, KP വാപ്പുട്ടി, മേലേതിൽ ഹനീഫ, CMA കരീം, PK ആറ്റക്കോയ തങ്ങൾ മറ്റു ഭാരവാഹികളും പങ്കെടുത്ത് സംസാരിച്ചു. മുളയൻകാവ് സുബ്രഹ്മണ്യ കോവിലിൽ പുനഃപ്രതിഷ്ഠാ കുംഭാഭിഷേകവും നേർപൂജയും ബുധനാഴ്ച മുതൽ ആരംഭിക്കും. 3 ദിവസങ്ങളിലായാണ് പരിപാടികൾ നടത്തുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുളയൻകാവ് സുബ്രഹ്മണ്യൻ കോവിലിലെ പുനഃപ്രതിഷ്ഠാ കുംഭാഭിഷേകവും തേർപൂജയും ഫെബ്രുവരി 5, 6, 7 തീയതികളിൽ നടക്കുമെന്ന് പുനഃപ്രതിഷ്ഠാ സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുഴൽമന്ദം അഗ്രഹാരം പ്രസാദ് വാദ്യരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക. ഫെബ്രുവരി 5 വൈകുന്നേരം 4 മണി മുതൽ വിവിധ പൂജകൾ, 7 സാംസ്കാരിക സമ്മേളനം, തുടർന്ന് നൃത്തനൃത്യങ്ങൾ. ഫെബ്രുവരി 6 രാവിലെ 5 മണി മുതൽ വിവിധ പൂജകൾ, രാത്രി 8:15 മ്യൂസിക്കൽ ഫ്യൂഷൻ, തുടർന്ന് നൃത്തനൃത്യങ്ങൾ, തിരുവാതിരക്കളി എന്നിവ നടക്കും. ഫെബ്രുവരി 7 രാവിലെ മുതൽ വിവിധ പൂജകൾ, തുടർന്ന് 9:15 മഹാകുംഭാഭിഷേകം, മഹാദീപാരാധന, കാവടി ഉരുചുറ്റൽ, പ്രസാദ വിതരണം എന്നിവ നടക്കും. സുബ്രഹ്മണ്യ കോവിലിന്റെ തിരുമുറ്റത്തു നിന്നും വാദ്യം പഠിച്ച് ഇറങ്ങി
പേരും പ്രശസ്തിയും നേടിയ ഒട്ടനവധി പേരുണ്ട്. വാദ്യകലയ്ക്കുപരിയായി ഉപജീവന മാർഗമായ കൊട്ടുകലയെ ഇന്നും നിരവധി പേർ കൊണ്ടു നടക്കുന്നു. ഏകദേശം ശ്രീ സുബ്രഹ്മണ്യൻ കോവിലിന് 600 വർഷത്തിലേറെ കാലപ്പഴക്കമുണ്ട്. അതിപുരാതനമായ ഒരു ക്ഷേത്രവുമാണ് ശ്രീ സുബ്രഹ്മണ്യൻ കോവിൽ. 2025 ഫെബ്രുവരി 5, 6, 7 ദിവസങ്ങളിലായി മുളയൻകാവ് ശ്രീ സുബ്രഹ്മണ്യൻ കോവിൽ നടത്തുന്ന പുനഃപ്രതിഷ്ഠ, കുംഭാഭിഷേക, പുറപ്പാട് മഹോത്സവത്തിന്റെ ഭാഗമായി കലാരംഗത്തെ, വാദ്യകലാരംഗത്തെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കലാകാരനെ ഈ സുബ്രഹ്മണ്യൻ കോവിലിന്റെ പേരിൽ ഒരു വാദ്യ ശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിക്കാൻ തീരുമാനിക്കുകയുണ്ടായി. വൈകിട്ട് 6:15 നാദസ്വര കച്ചേരി, തുടർന്ന് പഞ്ചമിപ്പറ്റ പന്ത്രുകുലം നാടകം, തായമ്പക, പഴനിയിലേക്കുള്ള പുറപ്പാട് എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പ്രതിഷ്ഠാ സമിതി ഭാരവാഹികളായ സി രാജൻ, കെ ബാലഗംഗാധരൻ, കെ ഹരിദാസൻ, ഇ നാരായണൻകുട്ടി, സി മധു, കെ വേണുഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. 5, 6, 7 ഫെബ്രുവരി 5, 6, 7 തീയതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. 5-ാം തീയതി മുളയങ്കാവ് മേൽശാന്തി ജാലമന ഗിരീഷ് എംബ്രാന്തി ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് സാംസ്കാരിക സമ്മേളനത്തോടു കൂടിയാണ് പരിപാടി ആരംഭിക്കുക. അതിനുശേഷം നൃത്തങ്ങൾ, കലാപരിപാടികൾ എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ 6-ാം തീയതിയും പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളും ചടങ്ങിനോടനുബന്ധിച്ചുള്ള കർമ്മങ്ങളും എല്ലാം കഴിഞ്ഞ് അന്നും ഇതുപോലെ തന്നെ നൃത്യങ്ങളും മറ്റ് കലാപരിപാടികളും നാടൻ പാട്ടുകളും ഒക്കെ ഉണ്ടായിരിക്കും. ആനക്കര നയ്യൂർ ആമക്കാവ് വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവത്തിന് കൊടിയേറി. ഫെബ്രുവരി 11 ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവം. പൂജകൾക്ക് മേൽശാന്തി യശ്വേന്ദർ ദ്വിവേദി കാർമ്മികത്വം വഹിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന പൊങ്കാല സമർപ്പണത്തിന് ഡോക്ടർ ശ്രീജ സുനിൽ ദീപം തെളിയിച്ചു. കെ രാധാകൃഷ്ണൻ നായർ, പി പ്രേംലാൽ, കെ പി കൃഷ്ണകുമാർ, കെ വി മോഹനൻ, യു പ്രമോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉത്സവ ദിവസം ക്ഷേത്രം തന്ത്രി കൽപ്പുഴമന വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളുണ്ടായി. വൈകിട്ട് നയ്യൂർ സെന്ററിൽ നിന്നും ആന, പഞ്ചവാദ്യം എന്നിവയോടെ എഴുന്നള്ളിപ്പ്, വിവിധ ഉത്സവ വരവുകൾ, രാത്രിയിൽ തായമ്പയ്ക്കു ശേഷം നൃത്യങ്ങളും അരങ്ങേറി. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.